ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങോട്ട് നല്ല മഴയാണ്, അങ്ങോട്ട് നല്ല മഴ തന്നെ ആയിരിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ ഇങ്ങോട്ട് മഴ ഇങ്ങനെ പൊടിക്കുകയാണ് കേട്ടോ. രാവിലെ തുടങ്ങിയ മഴയാണ്, കുറച്ച് മാറി നിൽക്കും, വീണ്ടും മഴ പെയ്യാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ തലമുടിയിൽ തേച്ച് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഹെയർ പാക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് എല്ലാ ദിവസവും തലയോട്ടിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ, മുടിയിലും തേച്ച് കൊടുക്കാം കേട്ടോ. തലയോട്ടിൽ മുടിയിലൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ്. എല്ലാ ദിവസവും തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വളരാത്ത മുടി പോലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി പാക്കാണിത്. എല്ലാവർക്കും തേക്കാൻ പറ്റുന്നതാണ്. ഓയിൽ സ്കിന്നുകാർക്ക്, ഡ്രൈ ഹെയർ, ഓയിലി ഹെയർ, എക്സ്ട്രീംലി ഡ്രൈ ഹെയർ ഇങ്ങനെയുള്ളവർക്കൊക്കെ തേക്കാൻ പറ്റുന്ന ഒരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കണ്ടു നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ കഞ്ഞിവെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. തലേ ദിവസം എടുത്തു വെച്ചിരുന്ന കഞ്ഞിവെള്ളമാണ്. ഇന്നത്തെ പാക്ക് കഞ്ഞിവെള്ളം വെച്ചുള്ള പാക്കാണ് കേട്ടോ. ഈ ഒരു കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, എത്ര വളരാത്ത മുടിയും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ഒരു പാക്കാണിത്. അപ്പോൾ ഇത് കഞ്ഞിവെള്ളം വെച്ചുള്ള പാക്കാണെന്ന് ഞാൻ തലമുടി തേച്ച് കൊടുക്കുന്നത്. ഈ കഞ്ഞിവെള്ളം ഓയിലി ഹെയറുകൾക്കും ഈ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ഓയിലി ഹെയർ ഉള്ളവർക്കും ഡ്രൈ ഹെയർ, എക്സ്ട്രീമിലി ഡ്രൈ ഹെയർ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ അത് ഇച്ചിരി ഒന്ന് മാറ്റം വരുത്തിയാൽ മതി കേട്ടോ. ഇപ്പം ഓയിലി ഹെയർ ഉള്ളവർ പ്രത്യേകിച്ച് അതിന് എണ്ണ തേക്കണം ആവശ്യമില്ല. തേക്കണമെങ്കിൽ തേക്ക്, അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഈ കഞ്ഞിവെള്ളമുണ്ടല്ലോ, നമ്മുടെ മുടി ഒന്ന് ഡ്രൈ ആക്കും ചെയ്യും. അതിനൊപ്പം തന്നെ മുടി നല്ല ക്ലിയർ ആക്കി തരും കേട്ടോ. നമ്മളിപ്പോൾ താരനൊക്കെ ഉണ്ടെങ്കിൽ താരനൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനും സാധിച്ചിരുന്ന ഒരു സംഭവമാണ് കഞ്ഞിവെള്ളം. അപ്പോൾ ഓയിലി ഹെയർ ഉള്ളവർ തലയിൽ എണ്ണ തേക്കണമെന്നില്ല. പക്ഷേ ഡ്രൈ ഹെയർ ഉള്ളവർ എന്തായാലും കുറച്ച് എണ്ണ എടുത്ത് നമ്മുടെ തലയോട്ടിലൊക്കെ നല്ലോണം തേച്ച് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റിന് ശേഷം വേണം ഈ ഒരു കഞ്ഞിവെള്ളം തേച്ച് കൊടുക്കാൻ. പിന്നെ എക്സ്ട്രീംലി ഡ്രൈ ഹെയർ, അതായത് എന്നെപ്പോലെ എനിക്ക് തോന്നുന്നു ആ ഒരു ഡ്രൈ ഹെയറിനേക്കാളും ചില സമയത്ത് എൻ്റെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവാറുണ്ട്, ചില സമയത്തുള്ളൂ കേട്ടോ. അങ്ങനെയുള്ളവർക്കൊക്കെ ആദ്യം നമ്മൾ തലയോട്ടിൽ നല്ലോണം അത്യാവശ്യം എണ്ണ തേക്കാം. ഒരുപാട് തേക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഈ തലയോട്ടിൽ അത്യാവശ്യം ഇങ്ങനെ തൊട്ട് പോരിട്ടുക തേച്ച് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെടുക്കുന്ന ഒരു ചെറിയൊരു പാത്രത്തിലായിരിക്കുമല്ലോ നമ്മളിപ്പം കഞ്ഞിവെള്ളം എടുക്കുക. ഒരു കുഞ്ഞ്, ഞാൻ ഇപ്പോൾ വലിയ പാത്രം എടുത്തതേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഇത്രയൊന്നും വേണ്ട, നമുക്കൊരു കുറച്ച് മതി, ചെറിയൊരു ബൗളിൽ അത്രയും മതി കഞ്ഞിവെള്ളം മതി. അതിലോട്ട് നമ്മൾ തേക്കുന്ന എണ്ണ ഏതാണോ ആ എണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് വേണം തലയോട്ടി തേച്ച് കൊടുക്കാൻ. മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യം നമ്മൾ എക്സ്ട്രീമിലി ഹെയർ ഉള്ളവർ ആദ്യം തലയോട്ടിൽ എണ്ണ തേച്ച് കൊടുക്കുക. അതിനൊപ്പം തന്നെ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ വീണ്ടും കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. തേച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം പതുക്കെ ഒന്ന് മസാജ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ചില ആൾക്കാർക്ക് മസാജ് ചെയ്യുമ്പോഴത്തേക്കും മുടി പൊഴിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മസാജ് ചെയ്യണ ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും നല്ലതാണ്. ഇത് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഇങ്ങനെ മുടി ഇങ്ങനെ വകച്ചിലെടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കഞ്ഞിവെള്ളമാണ് തലമുടി തേച്ച് കൊടുക്കുന്നത്. ഇത് നിങ്ങൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 5-6 ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് കഞ്ഞിവെള്ളം തലമുടി തേച്ച് കൊടുത്ത് നോക്കൂ. വളരാത്ത മുടിയും വളരും, മുടി കൊഴിച്ച് നല്ലോണം മാറി കിട്ടും. താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ നല്ലതാണ്. പിന്നെ നിങ്ങൾ ഡെയിലി തേക്കുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാ ദിവസവും, നമ്മളിപ്പോൾ സാധാരണ ഹെയർ പാക്ക് ഇടുന്നവർ ഒരു 20-25 മിനിറ്റൊക്കെ ആണല്ലോ വെക്കുന്നത്. അത്ര ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് എല്ലാ ദിവസവും തേക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ 10 മിനിറ്റ് വെച്ചാൽ മതി. ഞാൻ പറഞ്ഞ പോലെ സ്പ്രേ ബോട്ടിൽ ഇപ്പോൾ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ട് ഒന്ന് മുടി ഇങ്ങനെ വകച്ചിലെടുത്തിട്ടൊന്ന് സ്പ്രേ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് അത് അബ്സോർബ് ആവുകയും ചെയ്യും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പോയി കുളിക്കുകയും ചെയ്യും. അതാണ് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ കഞ്ഞിവെള്ളം ഇങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ തലയോട്ടിൽ ഇങ്ങനെ ഒഴിക്കുമ്പോൾ തലനീര് ഇറങ്ങാൻ സാധ്യത, കാരണം ഭയങ്കര തണുപ്പാണ്. ഇപ്പോൾ മഴക്കാലം കൂടി ആണല്ലോ. അപ്പോൾ നിങ്ങൾ 5 അല്ലെങ്കിൽ 10 മിനിറ്റ് സ്പ്രേ ബോട്ടിൽ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്താൽ മതി. തലമുടിയിലല്ല ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, തലയോട്ടിലാണ്. മുടി ഇങ്ങനെ വകച്ചിലെടുത്തിട്ട് വേണം സ്പ്രേ ബോട്ടിൽ സ്പ്രേ ചെയ്യാൻ കേട്ടോ. കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്യാനായിട്ട്. അപ്പം എല്ലാവരും ഒന്ന് ഈ ഒരു ടിപ്പ് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. ഇതുവരെ കഞ്ഞിവെള്ളം തേക്കാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കും, നല്ല മാറ്റം ഉണ്ടാവുന്നതാണ്. അപ്പം ഞാൻ ഇന്ന് കഞ്ഞിവെള്ളമാണ് തേക്കുന്നത്. ഇത്ര കഞ്ഞിവെള്ളമൊന്നും ആവശ്യമൊന്നുമില്ല, ഇത് കുറച്ച് മാത്രമേ എടുക്കുകയുള്ളൂ. ചിലപ്പോൾ ഞാൻ പിള്ളേർക്ക് തേച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ ഒരു 10 മിനിറ്റ് മാത്രം 5 അല്ലെങ്കിൽ 10 മിനിറ്റ് വയ്ക്കുമ്പോൾ തന്നെ ഞാൻ കുളിക്കാൻ പറഞ്ഞു വിടും കേട്ടോ. പിന്നെ ഇത് തലമുടി തേച്ച് കൊടുത്താലുണ്ടല്ലോ,
തല നല്ല വൃത്തിയിൽ കഴുകാനും നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു പൊടി പൊടി പോലെ നമുക്ക് തലയോട്ടിൽ മുടിയിലേക്ക് ഇങ്ങനെ ഒരു പൊടി പൊടി പോലെയൊക്കെ ഇരിക്കും. അതുകൊണ്ട് നല്ല വൃത്തിയിലും തലമുടി നല്ലോണം കഴുകിയെടുക്കാനും ശ്രമിക്കണം കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ തലയോട്ടിലൊക്കെ കുറച്ച് എണ്ണ എടുത്തിട്ടൊന്ന് തേച്ച് കൊടുക്കട്ടെ. ഞാൻ ഒരുപാട് എണ്ണ തേക്കുന്നില്ല, കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുന്നുള്ളൂ. തേച്ച് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഈ കഞ്ഞിവെള്ളം തലയോട്ടിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ സ്പ്രേ ബോട്ടിൽ ഉണ്ടായിരുന്നു. ഇപ്പം ഞാനിങ്ങനെ സ്പ്രേ ചെയ്ത് ആ സാധനം പോയി. അതുകൊണ്ട് ഇപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ല. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു. അത് പോയി. അതുകൊണ്ട് ഇപ്പോൾ കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ തലയോട്ട് തേച്ച് കൊടുക്കാണ്ട് ചെയ്യണത്. വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ഞിയില്ലേ, പഞ്ഞിയിൽ ഈ ഒരു കഞ്ഞിവെള്ളം മുക്കിയിട്ട് തലയോട്ട് വേണമെങ്കിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം. അപ്പം ഞാനൊന്ന് തലയിൽ എണ്ണ തേച്ചിട്ട് വരാം. മുടിയിലെ ജടയൊക്കെ കളഞ്ഞ് കുറച്ച് എണ്ണയൊക്കെ തലയോട്ടിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുടിയിലും തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് എണ്ണ തേച്ച് കൊടുത്തിട്ടില്ല, കുറച്ച് എണ്ണ മാത്രമേ. ഇനി ചെയ്യാൻ പോണത് നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളം പാക്കില്ലേ, കഞ്ഞിവെള്ളം നമ്മൾ തലയോട്ടിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുടിയിൽ എണ്ണ തേച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കഞ്ഞിവെള്ളം ഒന്ന് തലയോട്ട് തേച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഇന്നലെ എടുത്ത് വെച്ച കഞ്ഞിവെള്ളമാണ് ഇത്. ഞാൻ അരിപ്പ് വെച്ച് ഒന്നുകൂടെ അരിച്ചെടുത്ത് വെച്ചതാണ് കേട്ടോ. ഇത് ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം. നല്ല തണുപ്പാണ്. ജലദോഷവും പനിയുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്യേണ്ട. നല്ല തണുപ്പാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അപ്പോൾ ഞാനിങ്ങനെ വകച്ചിലെടുത്തിട്ടാണ് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത്. അപ്പം ഞാനുണ്ടല്ലോ തലയൊട്ടിയിലും തലമുടിയിലൊക്കെ കഞ്ഞിവെള്ളം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ വെക്കാം കേട്ടോ. നമ്മൾ ഡെയിലി നമ്മളെ തലമുടിയിൽ കഞ്ഞിവെള്ളം തേക്കുന്നവർക്കൊക്കെ 10 മിനിറ്റ് മതി. ആഴ്ചയിൽ 2-3 തവണയൊക്കെ കഞ്ഞിവെള്ളം തലമുടി തേച്ച് കൊടുക്കുന്നവർ ഒരു 20 മിനിറ്റ് എങ്കിലും വെക്കണം. പിന്നെ മഴക്കാലമാണ്, അതുകൊണ്ട് നോക്കി വെക്കുക കേട്ടോ. തലനീര് ഇറങ്ങും, നല്ല തണുപ്പാണ്. നമ്മൾ പിന്നെ എല്ലാം തണുപ്പും എല്ലാം പരീക്ഷിച്ച് നടക്കുന്നവർക്ക് കുഴപ്പമില്ല. എന്നാലും ഞാൻ ഒരുപാട് നേരമൊന്നും വെക്കാറില്ല കേട്ടോ. ഇനി ഷാമ്പു ഒന്നും ഇടണ്ട, സാധാ വെള്ളത്തിൽ നല്ല വൃത്തിയിലൊന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് താളി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം. താളി ഉപയോഗിച്ച് കഴുകണമെന്നുമില്ല, ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ നല്ല വൃത്തിയിലൊന്ന് തലമുടി ഒന്ന് കഴുകിയെടുത്താൽ മതിയേ. അപ്പോൾ ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഞാനിതാ മുടിയൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. മുടിക്ക് നല്ലൊരു തിളക്കം കണ്ടോ. അത് നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ തലമുടിയിലൊക്കെ തേച്ച് കൊടുത്തിട്ട് കേട്ടോ. ഞാൻ തലയോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് കൊടുത്തായിരുന്നേ. ഒരു 10-15 മിനിറ്റ് അത്ര മാത്രമേ വെച്ചുള്ളൂ. എന്നിട്ട് നല്ല വൃത്തി ഒന്ന് കഴുകിയെടുത്തു. ഷാമ്പൂ ഒന്നും ഉപയോഗിച്ചില്ല, സാധാ വെള്ളത്തിൽ മാത്രമേ കഴുകിയെടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കഞ്ഞിവെള്ളം കൊണ്ട് നമ്മുടെ തലമുടി കഴുകുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ മാറി കിട്ടും, മുടി നന്നായിട്ട് വളരും. പിന്നെ മുടിക്ക് നല്ല ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവേ. പിന്നെ ഓയിലി ഹെയർ ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് തലയോട്ടിലൊന്നും ഒരുപാട് എണ്ണ തേക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഡ്രൈ ഹെയറിന് ഇത്തിരി എണ്ണയൊക്കെ തലയോട്ടിലൊക്കെ തേച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. അതിന് കൂടെ തന്നെ നമ്മൾ കഞ്ഞിവെള്ളം കൂടെ തേച്ച് കൊടുക്കുക. പിന്നെ എക്സ്ട്രീംലി ഡ്രൈ ഹെയർ, നല്ല ഡ്രൈനെസ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ തലയോട്ടിലും മുടിയിലും കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ എടുക്കുന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, കഞ്ഞിവെള്ളത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തലയോട്ടിലൊക്കെ തേച്ച് കൊടുക്കുക. പക്ഷേ ചെറുതായിട്ട് എണ്ണമയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താളി തേച്ചിട്ട് കഴുകിക്കളയാം കേട്ടോ. ആഴ്ചയിൽ 2-3 തവണയൊക്കെ തേക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു 15-20 മിനിറ്റൊക്കെ തലമുടിയിൽ വെക്കാം. പിന്നെ തണുപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് തണുപ്പ് ഒരുപാട് കൊള്ളാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 10-15 മിനിറ്റൊക്കെ മതി കേട്ടോ. 10 മിനിറ്റൊക്കെ മതി കേട്ടോ. പിന്നെ നമ്മൾ ഡെയിലി തേക്കുന്നവരൊക്കെ ആണെങ്കിൽ ഡെയിലി കഞ്ഞിവെള്ളം ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മളിങ്ങനെ തലയോട്ടിലൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ഡെയിലി നിങ്ങൾക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം നല്ല വീഡിയോസ് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.